വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലിറ്റ്സ് ബൈ മെഹ്നൂർ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കനാണ്. അപ്പോൾ പെപ്പർ ചിക്കൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ചപ്പാത്തിയുടെയും പൊറോട്ടയും കൂടെ നമുക്ക് അടിപൊളിയായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു വിഭവമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് അതിലേക്ക് ചിക്കൻ വേണം. ചിക്കൻ ഇല്ലാതെ എന്ത് പെപ്പർ ചിക്കൻ അല്ലേ. അതിനുശേഷം പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള, തക്കാളി ചെറുതെടുത്താൽ മതി കേട്ടോ, ചെറിയൊരു തക്കാളി. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, അതും കൂടെ വേണം. എന്നിട്ട് കുട്ടികളുണ്ടായതുകൊണ്ട് തന്നെ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് അതിലേറെ വേണമെങ്കിൽ അതും കൂടെ എടുക്കാം. എന്നിട്ട് അവസാനം നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് മല്ലിച്ചപ്പ്, അതുമാത്രം മതി. ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ചൂടായ പാനിലേക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം. ഞാൻ നമ്മുടെ തേങ്ങയുടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതൊഴിച്ചതിന് ശേഷം അത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കണം. ഉലുവ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം. കടുകും നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ, പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കണം. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നമ്മുടെ ഈ ഒരു ഡിഷിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ വഴറ്റലാണ്. വഴറ്റി നല്ല പേസ്റ്റ് രൂപത്തിലാക്കി കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കൂടുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്ന സമയത്ത് സവാളയല്ലേ, അത് വഴറ്റുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പും ചേർത്ത് വഴറ്റി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് അടുത്തതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക, വഴറ്റുക. ഓക്കെ, അതിന് ശേഷം നമ്മൾ അതിലേക്ക് നടുക്കെ കീറിയിട്ടുള്ള 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. ഞങ്ങൾ കുട്ടികളുണ്ടായതുകൊണ്ട് തന്നെ ചെറിയ എരിവേണ് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അതിന് ശേഷം നമുക്ക് അതിലേക്ക് ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് പൊടികളാണ്. പൊടികളെന്ന് പറയുമ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വേണം, മല്ലിപ്പൊടി വേണം, ചിക്കൻ മസാല വേണം, പിന്നെ മുളക് പൊടിയും കൂടെ വേണം. ഏറ്റവും കൂടുതൽ വേണ്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. എന്നതിന് ശേഷം ഈ പൊടികളെല്ലാം നമുക്ക് വഴറ്റി വെച്ചിട്ടുള്ള ഐറ്റംസിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതിന് ശേഷം വീണ്ടും നമ്മുടെ വഴറ്റൽ സ്റ്റാർട്ട് ചെയ്യുക. നന്നായിട്ട് വഴറ്റി പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇടണം കേട്ടോ. അതിൻ്റെ മുന്നേ ഞാൻ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനൊരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ചിക്കൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ ഒരു 1/4 ഗ്ലാസ് വെള്ളം മതി. ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്ത് ഒത്തിരി കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ വെള്ളത്തിൻ്റെ അളവ് എത്രയാണ് വേണ്ടതെന്നുള്ളത്. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കുക്കർ മൂടി വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഒരു 3 വിസിലാവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. 3 വിസിലായി കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും തിളച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ കയ്യിൽ ഇത്തിരി വെള്ളം കൂടുതലിപ്പോൾ വരുന്നു. എന്തായാലും അത് വറ്റുന്ന വരെ നമുക്കൊന്ന് ഇത്തിരി വെയിറ്റ് ചെയ്യാം. ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം വറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വളരെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.